നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഭർത്താവിനെ BJP പുറത്താക്കി. യുവമോർച്ച നേതൃസ്ഥാനത്ത് നിന്നാണ് ഇയാളെ നീക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഒരു വാർഡിൽ BJP 3 വോട്ടിന് തോറ്റിരുന്നു. അതിജീവിതയുടെ ഭർത്താവാണ് തോൽവിക്ക് കാരണമെന്ന ആക്ഷേപം പ്രദേശത്തെ BJP പ്രവർത്തകരും പ്രാദേശിക നേതൃത്വവും ഉയർത്തിയിരുന്നു. തുടർന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് യുവമോർച്ച നേതൃസ്ഥാനത്ത് നിന്ന് ഇയാളെ പുറത്താക്കിയത്. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമുള്ള കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവ് അടുത്തിടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. താൻ നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനെന്ന് പറഞ്ഞ് എത്തിയ രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തുവെന്നും ഇദ്ദേഹം ആരോപിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാലും ഇതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് മേലെ ഒരു തരത്തിലുള്ള നടപടികളും ഇപ്പോൾ തൽക്കാലം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇയാളെ യുവമോർച്ചയിൽ നിന്ന് പ്രധാന സ്ഥാനത്ത് നിന്നും ഒക്കെ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. 3 വോട്ടിന് BJP തോൽക്കാനുള്ള കാരണം ഇയാളാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയമല്ല, മറിച്ച് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള പരാതിയാണ് ഇയാളെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ യുവമോർച്ച നേതൃത്വം ഇപ്പോൾ വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ കത്തിക്കയറിയിരിക്കുകയാണ്. അത് പലരും കത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ 2ാം പ്രതിയായ രാഹുലിന്റെ ഉറ്റ സുഹൃത്തും ചങ്ങായിയും ഒക്കെ ആയിരുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജിബിൻ ദാസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് രാഹുലിന്റെയും എന്റെയും ഒരു കോമൺ ഫ്രണ്ട് ഒരു പൊതി തന്നിരുന്നു. അത് അതിജീവിതയ്ക്ക് നൽകാനായി ഏൽപ്പിച്ചിരുന്നു. അതാണ് നൽകിയത്. അതിനകത്ത് എന്താണ് എന്ന് അറിയില്ലായിരുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം ഇയാൾ ഒളിവിലായിരുന്നു. അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ തന്റെ പക്കലുള്ള തെളിവ് അദ്ദേഹം എടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഫോണിലുണ്ട്. ആ ഫോൺ പക്ഷെ താൻ എടുത്തില്ല എന്നാണ് പറയുന്നത്. ആ ഫോൺ എത്രയും പെട്ടെന്ന് ഹാജരാക്കാൻ പോലീസ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അങ്ങനെ കേസ് മുറുകുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയത് ഗർഭചിത്രത്തിനുള്ള ഗുളിക തന്നെയാണ് എന്ന് വ്യക്തമാകും. എങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം പാലക്കാട് ആര് മത്സരിക്കുമെന്ന ചർച്ച നടക്കുന്നുണ്ട്. സ്വതന്ത്രനായി രാഹുൽ മത്സരിക്കുമോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ്.